നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി വി അൻവറിൻ്റെ വാർത്താസമ്മേളനം തുടരുകയായിരുന്നു. അതുകൊണ്ടാണ് അല്പം വൈകിയത്. ആ വിഷയം കൂടി നമുക്ക് ചർച്ചയിൽ വരേണ്ടതുണ്ടല്ലോ. ഇന്ന് 3 വാർത്താസമ്മേളനങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നത്. രാവിലെ 9 മണിക്ക് പി വി അൻവർ വാർത്താസമ്മേളനം വിളിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം നടക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനമാണ് നേരത്തെ തീരുമാനിച്ചത്. അൻവർ അതിനുശേഷം തീരുമാനിക്കുകയും പക്ഷേ നേരത്തെ നടത്തുകയും ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം 1.25 മണിക്കൂർ നീണ്ട ആ വാർത്താസമ്മേളനത്തിന് ശേഷം വൈകുന്നേരം പി വി അൻവറും വാർത്താസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിക്ക് മറുപടി പറയുകയുണ്ടായി. സാഹിബേ, ഇത് വല്ലാത്തൊരു ദിശയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. കാരണം പി ശശി ഈ കാര്യത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു. അതിന് മറുപടി പറയേണ്ട ആൾ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന് സകല പിന്തുണയും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം പോലും വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പി ശശിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പി വി അൻവറിനെ അദ്ദേഹം അരിശം പൂണ്ട് തള്ളുകയും ചെയ്തിരിക്കുന്നു. പി വി അൻവർ തിരിച്ചൊരു മറുപടി പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയെ പി ശശി അടക്കമുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. എങ്ങോട്ടാണ് ഈ വിവാദത്തിൻ്റെ പോക്ക്? എങ്ങോട്ടാണ് ഈ വിവാദത്തിൻ്റെ പോക്കെന്ന് ചോദിച്ചാൽ നോവലെ സത്യം പറഞ്ഞാൽ കിളിപോയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇതെന്തേ നടക്കുന്നത്? നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു MLA പ്രതിപക്ഷത്തെ ഏറ്റവും വന്യമായി സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനേക്കാൾ മാരകമായിട്ടുള്ള വിമർശനങ്ങൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെ, സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഓഫീസർക്കെതിരെ, സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 1/2 ഡസൻ പത്രസമ്മേളനം ഇപ്പോൾ അൻവർ നടത്തിക്കഴിഞ്ഞു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പത്രസമ്മേളനം എനിക്ക് തോന്നുന്നു ഇതുവരെ നടന്നതിൽ ഏറ്റവും മാരകമായ വിമർശനങ്ങൾ അതിലാണ് വരുന്നത്. ഇതെന്താണ് ഇങ്ങനെ? ഇതിന് നോക്കൂ, മുഖ്യമന്ത്രി മറുപടി പറയുന്നതിന് ദിവസങ്ങളെടുത്തിട്ടാണ്. പക്ഷേ മുഖ്യമന്ത്രി നേരത്തെ പത്രസമ്മേളനം പ്രഖ്യാപിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് അൻവർ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടക്കുന്നു. ശേഷം വീണ്ടും അൻവർ പത്രസമ്മേളനം നടന്നു. അതുക്കും മുന്നോടിയായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താ പറയുന്നത് അറിയാം? അജിത് കുമാർ സിന്ദാബാദ്, അജിത് കുമാറിനെ ധനമന്ത്രിയാക്കണമെന്നാണ്. ഇതിലും വലിയൊരു പരിഹാസം ഈ സർക്കാരിനെതിരെ ഈ വന്നതിൽ വെച്ച് ഏറ്റവും മോശമായൊരു പരിഹാസമാണ്. അതാരാ അങ്ങനെ ഒരു പരിഹാസം ഉന്നയിക്കുന്നത്? ഭരണപക്ഷ MLA ആണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് 33 ലക്ഷം രൂപയ്ക്ക് മേടിച്ചത് ഉണ്ടാക്കിയത്, 38 ലക്ഷത്തിന് ഒരു ഫ്ലാറ്റ് 10 ദിവസം കൊണ്ട് 60 ലക്ഷത്തിന് വിൽക്കുകയാണ്. അപ്പോൾ ഇമാതിരി ഫിനാൻസ് മാനേജ്മെൻറ്റ് അറിയാവുന്ന ഒരു കിടുക്കാച്ചി ഇവിടെ ഉണ്ടെങ്കിൽ പുള്ളിയെ പിടിച്ച് മന്ത്രിയാക്കുന്നത്, ധനമന്ത്രിയാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, ദർവേസ് സാഹിബിന് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോ ദിവസവും അൻവർ പറയുന്ന പോയിൻ്റ് ഒന്നാണ്, പക്ഷേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ആഡ് ചെയ്യുന്ന തെളിവുകളും വസ്തുതകളും ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോയിൻ്റ് എന്താണ്? ഒന്ന്, ഈ പറയുന്ന ADGP അജിത് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിന് നേതാവാണ്. ഒരു ക്രിമിനൽ ഗ്യാങ് കൊണ്ട് നടത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ വലങ്കൈയായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇങ്ങേർക്ക് പിന്തുണ കൊടുക്കുന്നത്, ഇങ്ങേർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. പാർട്ടി പ്രവർത്തകരെയും മുഖ്യമന്ത്രിയെയും തമ്മിൽ അവർക്കിടയിൽ ഒരു ബാരിയർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ പി ശശി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിക്കണം, പാർട്ടി എന്തിനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വെക്കുന്നത്? പാർട്ടിയും ഭരണവും തമ്മിലുള്ള ബന്ധത്തെ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ ലോ ആൻഡ് ഓർഡറാണ്, ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതും പാർട്ടിയും തമ്മിലുള്ള ബന്ധം അതിനെ സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കുഴപ്പങ്ങളില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി വെക്കണ ഒരു ഓഫീസാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിട്ടുള്ള പി ശശിയെ അതിന് ചുമതലപ്പെടുത്തുന്നു. അയാളെക്കുറിച്ചാണ് പി വി അൻവർ പറയുന്നത്. അയാൾ എന്താ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്? അയാളെ ഏൽപ്പിക്കപ്പെട്ട പണി എന്താണോ അതിന് നേർ വിപരീതമായ പണിയെടുക്കുന്നു. അയാളെ ഏൽപ്പിച്ച പണി എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തുന്നുള്ളതല്ല, അതിന് നേർ വിപരീതമായ പണിയെടുക്കുന്നു. ബാരിക്കേഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമിടയിൽ ഒരു ബാരിക്കേഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് എത്തേണ്ട കാര്യങ്ങൾ ഒന്നും എത്തുന്നില്ല, അത് തടയുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം പത്രസമ്മേളനത്തിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ഈ പറയുന്ന സ്വർണ്ണക്കടത്തിൽ
ഇദ്ദേഹത്തിന് ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിന് പങ്കുണ്ട്, പിടിച്ച സ്വർണത്തിൻ്റെ വിഹിതം അടിച്ചു മാറ്റുന്നു എന്നാണ്. അതിൽ ശശിയും പങ്കുപറ്റുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ നൗഫലെ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു ഭരണപക്ഷ MLA, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഓഫീസർക്കെതിരെ ഒരു ഭരണപക്ഷ MLA നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ സംഗതി അൻവർ സ്വന്തം നിലക്ക് തുടങ്ങിയ ഒരു സംഗതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ സാധ്യത. കാരണം നൗഫലിന് അൻവർ നന്നായിട്ട് അറിയാമല്ലോ. അൻവർ ഒരു പ്രകൃതം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അൻവർ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് ഇത് അൻവർ ഒറ്റക്കല്ല എന്നുള്ളതിനാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം ഇന്നലെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് മുന്നോടിയായിട്ടൊരു പത്രസമ്മേളനം നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം അതിമാരകമായൊരു പത്രസമ്മേളനം നടത്തുന്നു. അപ്പോൾ പിണറായി വിജയനെതിരായിട്ട് ഇത് പിണറായി വിജയൻ്റെ ഓഫീസിനെതിരായിട്ടല്ല അദ്ദേഹം പറയുന്നത്. പിണറായി വിജയനെതിരായിട്ട് തന്നെയുള്ള സ്വന്തം പിതാവിനെ പോലെ കരുതുന്ന പിണറായി. അതെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് എപ്പോഴും അൻവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പത്രസമ്മേളനത്തിൽ ഒരു വാക്ക് പ്രയോഗിച്ചു കേട്ടോ, പാവം മുഖ്യമന്ത്രി. എന്നിട്ട് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതാണ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എല്ലാം അതാണ്. മുഖ്യമന്ത്രി ശശി തെറ്റിദ്ധരിപ്പിക്കുന്നു, അജിത് കുമാർ തെറ്റിദ്ധരിപ്പിക്കുന്നു, സുജിത് ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി. അതെ. അപ്പം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ എല്ലാവർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുന്ന ഒരാളാണോ? മുഖ്യമന്ത്രി അറിയിക്കുന്നില്ല, മുഖ്യമന്ത്രി അറിയുന്നില്ല, മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇദ്ദേഹം ഈ പണിക്ക് പറ്റുന്നില്ല എന്നല്ലേ? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റാണ്. ഒരു സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളെയും മേൽനോട്ടം വഹിക്കേണ്ട വളരെ സുപ്രധാനമായ ഉത്തരവാദിത്വം നിൽക്കുന്ന ഒരാൾ. അദ്ദേഹം ഇങ്ങനെ എല്ലാവരുടെയും തെറ്റിദ്ധരിപ്പിക്കലിന് വിധേയമായി ആ തെറ്റിദ്ധരിപ്പിക്കലിലൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പണിക്ക് പറ്റില്ലെന്നല്ലേ? എത്ര തവണ ഇന്നത്തെ ഈ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ എത്ര തവണയാണ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു, മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു, പാവം മുഖ്യമന്ത്രി, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പണിക്ക് പറ്റില്ല എന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ ഒരു ചീഫ് തെറ്റിദ്ധരിപ്പിക്കൽ മന്ത്രി എന്ന് എന്തിനാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു ചീഫ് മിനിസ്റ്റർ ഇങ്ങനെയാണോ? അല്ലെങ്കിൽ നമുക്കൊരു ചീഫ് മിനിസ്റ്ററെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണോ? ചീഫ് മിനിസ്റ്റർ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശരിയായി ധരിച്ച് നിലപാടുകൾ സ്വീകരിച്ച് ഭരണപരമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണഘടനാപരമായി ബാധ്യസ്ഥനായ ഒരാളാണ്. ഇദ്ദേഹം അതിന് പറ്റില്ല, ഈ പണിയെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് അൻവർ ഇത്ര ഗുരുതരമായ ഈ ഒരു വിമർശനങ്ങളുമായിട്ട് വരുന്നുണ്ടെങ്കിൽ അൻവർ ഒറ്റയ്ക്കല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ജിംസപ്പ് ഏറ്റവും ഒടുവിലായി വാർത്താസമ്മേളനത്തിൽ പറയുന്ന പല കാര്യങ്ങളും വളരെ ഡയറക്റ്റായിട്ട് പി ശശിയെ ആക്രമിക്കുന്നു. അത് വളരെ ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നതുമാണ്. ഏറ്റവും ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ അടക്കമുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇത് മുഖ്യമന്ത്രി ഇപ്പം ദിവസങ്ങളെടുത്ത് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു. അൻവറിന് മറുപടി അറിയാൻ മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ഒറ്റയ്ക്കല്ല എന്ന് ദാവൂദ് സാഹിബ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത് വരുന്ന ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതം പാർട്ടിയിലും സർക്കാരിലും ഉണ്ടാക്കില്ല. നമ്മൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഈ CPM എന്ന പാർട്ടിയെക്കുറിച്ചാണ് ഇവിടെ ആലോചിക്കേണ്ടത്. അപ്പോൾ CPM എന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ അവർക്കൊരു റെക്ടിഫിക്കേഷൻ മെക്കാനിസം ഉണ്ട്. അവരുടെ പാർട്ടി സമ്മേളനങ്ങൾ തന്നെ റെക്ടിഫിക്കേഷൻ മെക്കാനിസമാണ്. എന്തെങ്കിലും തിരുത്തലുകൾ വരുന്നതൊക്കെ പാർട്ടി സമ്മേളനങ്ങളിലാണ്, പാർട്ടി കോൺഗ്രസ്സുകളിലാണ്. ഈ പി സുന്ദരയ്യ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനവും പോളിറ്റ് ബ്യൂറോ അംഗത്വവും രാജിവെച്ച് പുറത്തു വന്ന ആളാണ്. അതിന് അദ്ദേഹം ഒരു കത്തെഴുതി, അത് പാർട്ടിക്ക് വേണ്ടി ഒരു കത്തെഴുതി, ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു. ആ കത്തല്ല, ശരിക്കും ഒരു ബുക്ക്ലെറ്റാണ്. വളരെ വിശദമായിട്ടത് വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ളത്. അപ്പോൾ പോളിറ്റ് ബ്യൂറോയിലും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ നടന്ന ചർച്ചകളെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. എന്താണ് ചർച്ച എന്നറിയോ? അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസും ജനസംഘവുമായി കൈകോർത്ത് ബഹുജന പ്രക്ഷോഭങ്ങളിൽ അണിചേരാം എന്ന് പാർട്ടി തീരുമാനിച്ചു. അതിനെതിരെ അദ്ദേഹം അതിശക്തമായ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയാണ് രാജിവെച്ച് പോരുന്നത്. ഈ വിയോജനക്കുറിപ്പ് പാർട്ടി അതിൽ അംഗങ്ങൾക്ക് കൊടുക്കുകയോ പാർട്ടി ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പകരം അത് പിന്നീട് ഡൽഹിയിലുള്ള പബ്ലിഷേഴ്സ് അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. അത് അവൈലബിളാണ്. ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ്സിനോട് മറ്റ് ഒപ്പോസിഷൻ പാർട്ടീസിനോടൊപ്പം ചേരുന്ന പോലെ RSSുമായും ജനസംഘവുമായി ചേരരുത്
എന്നാണ് സുന്ദരയ്യ പറയുന്നത്. എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സാണ്, പാർട്ടിയുടേതായ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ്. അത് അദ്ദേഹം എതിർത്തു, അദ്ദേഹത്തിന് സാധിച്ചില്ല, അദ്ദേഹം രാജിവെച്ച് പുറത്തു വന്നു, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയൊന്നുമില്ല. ഇത് നോക്കുക, ഇപ്പോൾ പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറിയായിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ പിണറായി വിജയന് അതുല്യമായ പങ്കുണ്ട്. അത് നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും ഇന്നത്തെ പാർട്ടി ഇന്നത്തെ നിലയിലാക്കുന്നതിൽ പിണറായി വിജയന് നല്ല പങ്കുണ്ട്. പിന്നീട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് മാറി പോളിറ്റ് ബ്യൂറോ അംഗമായി കുറച്ച് നാൾ നിന്നു. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള പാർട്ടി, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള CPM എന്ന പാർട്ടി എന്താണെന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് വളരെ നന്നായി അറിയാൻ കഴിയും അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള CPM എന്താണെന്ന് നമുക്ക് അനുഭവവേദ്യമാണ്. പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സർക്കാരിനെ പുകഴ്ത്തുക, സർക്കാരിനെ പിന്താങ്ങുക. ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടാകുമ്പോൾ അതിൽ വിമർശനം ഉന്നയിക്കുന്നവരെ കൂട്ടമായി വന്ന് ആക്രമിക്കുക. അത് സൈബർ രംഗത്താണെങ്കിലും അല്ലെങ്കിലും ആക്രമിക്കുക. ഇതാണ് പാർട്ടി പ്രവർത്തനമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ചെയ്യുന്നതെല്ലാം ശരി, അതിനെ ന്യായീകരിക്കുക, അതിനെ പിന്തുണയ്ക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ ഏറ്റവും മികച്ച നേതാവാണ്, മികച്ച മുഖ്യമന്ത്രിയാണെന്ന് ഇങ്ങനെ പാടിപ്പുകഴ്ത്തുക. അതല്ലാതെ വേറൊരു തരം റെക്ടിഫിക്കേഷനും ആ പാർട്ടിയിൽ കഴിഞ്ഞ 8.5 വർഷമായിട്ട് നടക്കുന്നില്ല. ഒരു തരത്തിൽ റെക്ടിഫിക്കേഷൻ നടക്കുന്നില്ല. ഇപ്പോൾ നോക്കുക, അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ മരമുറിയിൽ നിന്ന് അദ്ദേഹം തുടങ്ങി ഇപ്പോൾ ഇന്ന് അദ്ദേഹം എത്തിയിരിക്കുന്നത് കൊള്ള മുതൽ പങ്കിടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നാണ്. കൊള്ള മുതൽ പങ്കിടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊരു ഭരണകക്ഷി MLA പറഞ്ഞതിനർത്ഥം അതിൽ മുഖ്യമന്ത്രി പങ്കുണ്ടെന്നാണ്. കാരണം ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം മാതൃകാ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പുകഴ്ത്തിയ ആളാണ് മുഖ്യമന്ത്രി. അതിനർത്ഥം എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഓഫീസാണ്. ആ ഓഫീസിലെ സെക്കൻഡ് ഇൻ കമാൻഡൻ്റാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. ചീഫ് സെക്രട്ടറിക്ക് പോലും ആ ഒരു പ്രിവിലേജ് ഇല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ചീഫ് സെക്രട്ടറി പോലും പങ്കില്ല. അതിലും ഉപരിയായിട്ടുള്ള ബ്യൂറോക്രാറ്റ് അല്ലാത്തൊരു നിയമനമാണ്. അപ്പോൾ ആ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, മുഖ്യമന്ത്രിയുടെ വലങ്കൈ എന്നറിയപ്പെടുന്ന, മുഖ്യമന്ത്രിയുടെ വിൽ നടപ്പാക്കുന്ന ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹമാണ് ആക്ച്വലി ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് നേർക്ക് നേരെ മുഖ്യമന്ത്രിയല്ല. CPM ഭരിക്കുമ്പോൾ അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരാൾ കൊള്ള മുതൽ പങ്കിടുന്നയാളാണ്. സ്വർണ്ണക്കടത്ത് എന്ന വാക്കൊന്നും ഉപയോഗിക്കരുത്. സ്വർണ്ണക്കടത്തിൽ പങ്കുവെച്ച് അങ്ങനെ സ്വർണ്ണക്കടത്തല്ല ഇത്. അൻവർ തന്നെ വിശദീകരിക്കുന്ന പോലെ ഇത് ടാക്സ് വെട്ടിപ്പാണ്. ടാക്സ് വെട്ടിച്ച് കൊണ്ടുവരുന്ന സ്വർണം പിടിച്ചെടുത്ത് അത് കളവ് മുതലാക്കി കോടതിയിൽ കൊടുക്കുന്നു എന്നുള്ള അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നം. കോടതിയിൽ നിൽക്കാത്ത കേസാണ്. മറ്റൊന്ന് പോലീസിന് യാതൊരു ജൂറിസ്ഡിക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ് സ്വർണ്ണക്കടത്ത്. കസ്റ്റംസിനെ അറിയിക്കുന്നതിന് പകരം അവരതടിച്ചു മാറ്റുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പങ്കുപറ്റുന്നുവെന്ന് ഒരു LDF MLA ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാവാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പൊതുജനങ്ങൾക്ക് പോലും ഈ ആരോപണത്തിൻ്റെ ഗൗരവം ഫീൽ ചെയ്യില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 8.5 വർഷമായി പലരും സംശയിക്കുന്ന കാര്യങ്ങൾ അൻവർ വിളിച്ചു പറയുകയാണ്. അത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പൊതുജനങ്ങളും സംശയിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഇങ്ങനൊരു ആരോപണം മതി മുഖ്യമന്ത്രി രാജിവെക്കാൻ. മുൻകാലങ്ങളിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നയാളാണെന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മറ്റൊന്ന്, ഈ പോലീസിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ ഒരു ഗൗരവ സ്വഭാവം കൂടി പരിശോധിക്കുക. അത് RSS മേധാവിയെ കണ്ട് RSSൻ്റെ പൊളിറ്റിക്കൽ അജണ്ട പോലീസ് വഴി കേരളത്തിൽ നടപ്പാക്കി അവർക്കൊരു സീറ്റ് നേടിക്കൊടുക്കുന്നു, RSSൻ്റെ അജണ്ട പോലീസ് നടപ്പാക്കുന്നു എന്നുള്ളത് മാറ്റിവെക്കുക. അത് പലരും നേരത്തെ തന്നെ, പ്രതിപക്ഷം തന്നെ നേരത്തെ ആരോപിക്കുന്ന കാര്യമാണ്. അത് തെളിവ് സഹിതം അൻവർ പറയുന്നു എന്നുള്ളതാണ്. ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിട്ട് ഡാൻസ് ഓഫ് രൂപീകരിച്ചെന്ന് മാത്രമല്ല, ഡാൻസ് ഓഫിൻ്റെ പണി മയക്കുമരുന്ന് പിടിക്കലാണ്, മയക്കുമരുന്ന് വിൽപ്പന തടയലാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ള പണി. അതിന് പകരം അവരെന്താ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ തന്നെ വാർത്ത കൊടുത്തത്? സ്വർണ്ണമല്ല, മയക്കുമരുന്ന് കച്ചവടം അവർ തന്നെ നടത്തുന്നു. അവർ മയക്കുമരുന്ന് ഡീലേഴ്സുമായിട്ട് സംസാരിക്കുന്നു, സാധനം വേണമെന്ന് പറയുന്നു, അവർ തന്നെ കച്ചവടം നടത്തുന്നു. ഇല്ലീഗലായിട്ട് അത് നിരപരാധികളുടെ കയ്യിൽ പ്ലാൻ ചെയ്യുന്നു, അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നു. പിന്നെ സ്വർണം പൊട്ടിക്കുന്നു. സ്വർണം പിടിക്കുന്നില്ല, സ്വർണം പൊട്ടിക്കുന്നു. അങ്ങനെ തന്നെ പറയണം. അതായത് നിയമവിരുദ്ധമായ ടാക്സ് വെട്ടിച്ച് കൊണ്ടുവരുന്ന സ്വർണം അടിച്ചു മാറ്റുന്ന കൊള്ളസംഘമായ ഡാൻസ് ഓഫ് മാറുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്നാണ് പറയുന്നത് PV അൻവർ. ഇത് ചെറിയ ആരോപണമല്ല. ഇത് ഒറ്റയ്ക്ക് PV അൻവർ പറയില്ല. ഇത് അൻവർ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ കാരണം ഇത് കുറേ അധികം പാർട്ടി പ്രവർത്തകരുടെ ഉള്ളിലുള്ള കാര്യം അൻവർ പറയുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് അറിവുള്ള കാര്യം അൻവർ പറയുന്നതാണ്. ഇനി അൻവർ തന്നെ ഇത് അന്വേഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് പറയിപ്പിക്കുന്നത് പാർട്ടി തന്നെയാണ്. ഇത് ഒരു സൈലൻറ്റ് കൂ ആണ്. CPMൽ ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഒരു സൈലൻറ്റ് കൂ ആണ്. ഇതിനെ എന്താണ് ഗ്രൂപ്പിസം എന്നോ റിവിഷനിസം എന്നോ എന്താണ് അങ്ങനെയൊന്നും വിഭാഗീയതൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു സൈലൻറ്റ് കൂ. ഇത് പിണറായി വിജയനെതിരെയുള്ള
പാർട്ടിയുടെ സൈലൻറ്റ് കൂവാണ്. അവിടെ പിണറായി വിജയനെ ഒരു ബ്ലഡ്ലെസ് കൂവിലേക്ക് നീങ്ങുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിണറായി വിജയനെ വേദനിപ്പിക്കാതെ ഈ വിപ്ലവം പൂർത്തിയാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുക. പിണറായി വിജയനെ വേദനിപ്പിക്കേണ്ടതെന്ന് തന്നെയാണ് പി വി അൻവർ കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു, തെറ്റിദ്ധരിക്കപ്പെട്ട പാവം മുഖ്യമന്ത്രി എന്ന് അൻവർ ആവർത്തിച്ച് പറഞ്ഞതെന്തുകൊണ്ടാണ്? പിണറായിയെ വേദനിപ്പിക്കാതെ ഈ വിപ്ലവം പൂർത്തിയാവും, അല്ലെങ്കിൽ ഈ അട്ടിമറി പൂർത്തിയാവും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അൻവർ തന്നെ പറഞ്ഞതുപോലെ, അൻവർ ആദ്യം പറഞ്ഞത് ഒന്നാം ഘട്ടം കഴിഞ്ഞു. ഇതിൻ്റെ രണ്ടാം ഘട്ടം പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി അതിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമാണ്, ഈ കൂവിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പിൻ പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇനി തുടർ ദിവസങ്ങളുണ്ടാവും. ഇനി 3-4 ഘട്ടം വന്നേക്കാം. ഒരുപക്ഷെ ഏരിയ സമ്മേളനങ്ങളിലേക്കും ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഇനി സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൻ്റെ 4ാം ഘട്ടത്തിലേക്ക് കടന്നേക്കാം. എന്തായാലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ അംഗം CPM എന്ന പാർട്ടിക്ക് ഏൽപ്പിച്ച ആഘാതത്തെ, പരിക്കിനെ മറികടക്കാനുള്ള, അത് പരിഹരിക്കാനുള്ള ഒരു നിശബ്ദ അട്ടിമറി, രക്തരഹിത നിശബ്ദ അട്ടിമറിയാണ് അൻവറിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.